ഞാൻ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ജുബൈൽ ടു ദമാം ട്രിപ്പിലാണുള്ളത്. രാവിലെ തന്നെ ദമാമിൽ ഇറക്കിയാണ്ട് ജുബൈലിൽ തിരിച്ചെത്തിയപ്പോണ്ട് ബംഗാളി മാർക്കറ്റ് ഒക്കെ സജീവമായിക്കണം. ഇത് ജുബൈലിൽ വെള്ളിയാഴ്ച മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇന്നിപ്പോ കമ്പനികൾക്കൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഫുള്ള് കാലിയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് താപന്റെ അവിടെ എത്തിയപ്പോൾ ചെക്കന്മാരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ എല്ലാ ആഴ്ചയും ഇവിടെ നടക്കണ തന്നെ. ചില വെള്ളിയാഴ്ചകളിൽ ഞാൻ വണ്ടി നിർത്തിയാണ്ട് കളി ഇങ്ങനെ കണ്ടിക്കല്. ഇന്നിപ്പോ അതിന് സമയമില്ല. നമ്മൾ പുലർച്ചെ 4 മണിക്ക് പോയോണ്ട് തന്നെ എത്തിയപ്പോത്തിന് ഭയങ്കര വിശപ്പ്. പിന്നൊന്നും നോക്കിയില്ല, നേരെ കാലിക്കറ്റ് ഓയസിസ് കണ്ടുപോയി. അവിടുന്ന് നമ്മൾ പുട്ടും കടലക്കറിക്കും കൊണ്ട് ഓർഡർ ചെയ്ത് അത് കഴിച്ചാണ്ട് നമ്മൾ നേരെ പോയത് ജിമ്മിക്കാണ്. കാരണം എന്താ വെച്ചാൽ 2 ദിവസമായി ഞാൻ ഇപ്പൊ ജിമ്മ് പോയി. ചിലപ്പോൾ രാത്രിയും ട്രിപ്പ് ഉണ്ടാവലുണ്ട്, അതുകൊണ്ടാണ് പോകാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ കിട്ടിയ സമയത്ത് വേഗം പോണത്. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി ഫിംഗറും വെച്ചാണ്ടാണ്ട് കയറി. അങ്ങനെ കുറച്ചേരം കാർഡിയോ ചെയ്താണ്ട് ഇന്നിപ്പോ ബാക്കിനും ബൈസിനുമാണ് കളി. ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജിമ്മിൽ ഒരു മനുഷ്യല്ല. അങ്ങനെ നമ്മൾ ബാക്കിനും ബൈസിനും കൂടി ഒരു 3-4 സെറ്റ് വർക്കൗട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ടയേർഡ് ആയി. പിന്നൊന്നും നോക്കിയില്ല, നമ്മളെ ജിമ്മിലെ പൂളിലൊന്നും ഇറങ്ങിയാണ്ട് ചാടായി. അങ്ങനെ പൂളിലാണ്ട് ഇറങ്ങിയാണ്ട് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയപ്പോൾ അതുവരെ വർക്കൗട്ട് ചെയ്ത് എല്ലാ ക്ഷീണോണ്ട് മാറി. പിന്നെ നേരെ റൂമിലെത്തി ഒന്നും കൂടി കുളിച്ച് ഫ്രഷ് ആയിക്കാണ്ട് നമ്മളിപ്പോ പള്ളിക്കാണ് പോണത്. പള്ളിന്റെ അടുത്ത് കണ്ട് എത്തിയോക്കിയപ്പോൾ പള്ളിയൊക്കെ ഫുൾ ആയിക്കാണ്ട് എല്ലാവരും മുസല്ല റോട്ടുമ്മലാണ് ഇട്ടിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ മുസല്ല ഇട്ടാണ്ട് അവിടെയാണ് ഇരുന്നത്. പിന്നെ നിസ്കാരം കഴിഞ്ഞാണ്ട് നമ്മളെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കന്റെ മിക്സഡ് പീസും വാങ്ങിക്കാണ്ട് നമ്മളിപ്പോ റൂമിലേക്കാണ് പോണത്. അങ്ങനെ റൂമിലെത്തി ആ വാങ്ങിയ ചിക്കനും ഉണ്ടായിക്കാണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ്ട് ഇരുന്നു. ഇനിയിപ്പോ 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പിന് പോകാനുള്ള സമയമായി. അപ്പൊ എന്നാ ബാക്കി പിന്നെ